ഹായ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്ന് കണ്ടു. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫണ്ട് ഫ്ലോ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒന്നും കൂടി ഫണ്ട് ഫ്ലോ പഠിച്ചു കഴിയുമ്പോൾ പൊതുവേ ഒന്നും കൂടി സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം 3 പാർട്ടുകളുണ്ട്. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇതെല്ലാം കൂടി ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലാണ് വരയ്ക്കുക ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതിലാദ്യത്തെ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കാൻ ഫണ്ട് ഫ്ലോയിൽ ചെയ്ത പോലെ തന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്, അതായത് കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റികളുടെയും ചേഞ്ച് വരുത്തുക. അതിൽ നിന്ന് ഇൻകം ടാക്സ് പെയ്ഡും കുറയ്ക്കുമ്പോൾ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയി. ദെൻ ഫിക്സഡ് അസറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയി. ഈ ഫിക്സഡ് അസറ്റിനും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്കും വേണ്ട പണം കണ്ടെത്തുവാൻ വേണ്ടി ചെയ്ത ഷെയർ, ഡിബഞ്ചർ, ലോണ് അതിൻ്റെയൊക്കെ കടമെടുപ്പും തിരിച്ചു കൊടുക്കുമ്പോൾ എഴുതുമ്പോൾ ഫിനാൻസിങ് ആക്ടിവിറ്റി ആയി. ഓക്കെ, ഇത് മൂന്നും കൊണ്ട് നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്ന് ഒരു 3 കണക്കുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റുകളോട് കൂടിയ കണക്കുകൾ. അത് ചെയ്തു വരുമ്പോൾ നമുക്കതെങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് മനസ്സിലാവും. അതിൽ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ നമ്മൾ കണ്ടുപിടിക്കുക സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്ന ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിച്ച് അതിനോടൊപ്പം കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, സാംസങ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളുമുണ്ട്. എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഓക്കെ, ഓരോ ഐറ്റങ്ങളും വായിച്ച് നോക്കി അത് ഓപ്പറേറ്റിങ്ങിലാണോ വരിക, ഇൻവെസ്റ്റിങ്ങിലാണോ വരിക, ഫിനാൻസിങ്ങിലാണോ വരിക, എന്ത് എഫക്റ്റാണ്, ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഐറ്റം ഏതാണ്? ഷെയർ ക്യാപിറ്റലാണ്. ഫസ്റ്റ് ഇയറിൽ 35,000-ഉം സെക്കൻഡ് ഇയറിൽ 37,000-ഉമാണ് ഷെയർ ക്യാപിറ്റൽ കാണുക. അപ്പോൾ 35,000 ആയിരുന്ന ഷെയർ ക്യാപിറ്റൽ 37,000 ആയി എന്ന് പറഞ്ഞാൽ 2,000 രൂപ കൂടി ഷെയർ ക്യാപിറ്റലായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ പണം ഇങ്ങോട്ട് വന്നോ, ഇവിടുന്ന് പോയോ? ഇങ്ങോട്ട് വന്നു. പണം കണ്ടെത്തിയ മാർഗമാണ് ഷെയർ പോലെയുള്ള കാര്യങ്ങളിലൂടെ. അപ്പോൾ അത് ഏതിൽ വരും? ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ വരും, ഇൻഫ്ലോ ആയിട്ട്. അതിനടുത്ത് എന്താ? റിസർവ് ആൻഡ് സർപ്ലസ്, അതായത് ബ്രാക്കറ്റിലുണ്ട് പി ആൻഡ് എൽ അക്കൗണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസും എവിടെയാണ് എഴുതുക? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ഏറ്റവും ആദ്യം പി ആൻഡ് എൽ അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് ലെസ് പി ആൻഡ് എൽ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ്, അത് രണ്ടും നമുക്ക് അവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫിനാൻസിങ്, ഇത് ഓപ്പറേറ്റിംഗ്. അടുത്ത ഏതാ വന്നിരിക്കുന്നത്? 10% ഡിബഞ്ചർ. ഡിബഞ്ചർ ഏതിൽ വരുന്നതാ? ഫിനാൻസിങ്ങിൽ വരുന്നതാ. ഫസ്റ്റ് ഇയറിൽ 6,000, സെക്കൻഡ് ഇയറിൽ 3,000 ഉള്ളൂ. അപ്പോൾ 3,000 രൂപ നമ്മൾ തിരിച്ചു കൊടുത്തു ജനങ്ങൾക്ക്. അതെന്താണ്? ഔട്ട്ഫ്ലോ. ഫിനാൻസിങ്ങിൽ എഴുതണം, ബ്രാക്കറ്റ് ഇട്ട് എഴുതണം, കാര്യം പണം കയ്യിൽ നിന്ന് പോയതാണ്. അടുത്തത് എന്താണ്? കറണ്ട് ലയബിലിറ്റിയാണ്. കറണ്ട് ലയബിലിറ്റിയും കറണ്ട് അസറ്റും ഒക്കെ ഏതിലാണ് വരിക? ഓപ്പറേറ്റിംഗ്. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് കണ്ടുപിടിക്കുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആയിട്ട് കറണ്ട് അസറ്റ് കൂടിയാൽ കുറയ്ക്കണം, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ കൂട്ടണം, കറണ്ട് ലയബിലിറ്റി കൂടിയാൽ കൂട്ടണം, കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ കുറയ്ക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. കറണ്ട് അസറ്റിൽ ആദ്യം ഏതാവുള്ള? ക്രെഡിറ്റേഴ്സ് 5,180, 5,920. കറണ്ട് ലയബിലിറ്റി കൂടി അല്ലേ? കറണ്ട് ലയബിലിറ്റി കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ, അടുത്തത് എന്താ? ഷോർട്ട് ടൈം പ്രൊവിഷനാണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. പ്രൊവിഷൻ്റെ അകത്ത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്നതുപോലെ 2 കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കേണ്ടി വരും. ഏതൊക്കെയാണ്? പ്രൊവിഷൻ ഫോർ ടാക്സും പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റും. അത് രണ്ടും അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുന്ന അല്ലെങ്കിൽ ലെഡ്ജറുകൾ വരയ്ക്കേണ്ടി വരുന്ന ഐറ്റങ്ങളാണ്. ഏതൊക്കെയാണ് ലെഡ്ജർ വരയ്ക്കേണ്ടത്? അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഐറ്റങ്ങൾക്കാണ് ലെഡ്ജർ വരയ്ക്കുക. ചില സിമ്പിൾ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ലെഡ്ജർ വരയ്ക്കേണ്ടി വരില്ല. അല്ലാതെ അത്യാവശ്യം കോംപ്ലിക്കേഷനോടുകൂടി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും ലെഡ്ജർ വരയ്ക്കേണ്ടി വരും. അത് ഏതൊക്കെ വരയ്ക്കണമെന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വായിക്കുമ്പോൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ എഫക്റ്റ് എന്താണ് എന്ന് പറഞ്ഞു പോകുന്നു. ഓക്കെ, ഷോർട്ട് ടേം പ്രൊവിഷനിൽ ഏത് പ്രൊവിഷനാണ്? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആണ്. അത് ഫസ്റ്റ് ഇയറിൽ 350 സെക്കൻഡ് ഇയറിൽ 400. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഇപ്പോൾ നമുക്കതിനെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാം. എത്രയാ? 350 400 എന്ന് പറയുമ്പോൾ 50 രൂപ ഇൻക്രീസ് ചെയ്തു. എന്ത് ചെയ്യണം? കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ആഡ് ചെയ്യണം. എവിടെയാണ്?
ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് കണ്ടുപിടിക്കുമ്പോൾ എഴുതണം. ഓക്കെ, സോ ആ ലൈബിലിറ്റി സൈഡിലുള്ള ഐറ്റംസ് ഒക്കെ നോക്കി. ഷെയർ ക്യാപിറ്റൽ ഫിനാൻസിങ്ങിൽ വരും, റിസർവ് ആൻഡ് സർപ്ലസ് ഓപ്പറേറ്റിങ്ങിൽ വരും, ഡിബഞ്ചർ ഫിനാൻസിങ്ങിൽ വരും, കറണ്ട് ലൈബിലിറ്റികൾ രണ്ടും ഓപ്പറേറ്റിങ്ങിൽ വരും മിക്കവാറും, അല്ലെങ്കിൽ എപ്പോഴും. ലൈബിലിറ്റി സൈഡിലുള്ളവ രണ്ടിടത്തേ വരികയുള്ളൂ, ഫിനാൻസിങ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ്. ഇൻവെസ്റ്റിങ്ങിൽ വരിക ഏതായിരിക്കും? അസറ്റുകളാണ്. ഓക്കെ, ഫിക്സഡ് അസറ്റുകളായിരിക്കും ഇൻവെസ്റ്റിങ്ങിൽ വരിക. ഓക്കെ, ദെൻ അസറ്റ് സൈഡിലേക്ക് പോകാം. ആദ്യം ഏതാ? ടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ, ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപമാണ്. ഫസ്റ്റ് ഇയറിൽ 10,000, 10,000. സെക്കൻഡ് ഇയറിൽ 15,000, 5,000 രൂപ കൂടി അല്ലേ, പണം പോയി. അസറ്റ് മേടിക്കുമ്പോൾ പണം പോവില്ലേ? എന്തിൽ വരും? ഇൻവെസ്റ്റിങ്ങിൽ 5,000 ഔട്ട്ഫ്ലോ. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ്, ഗുഡ് വിൽ. ഫസ്റ്റ് ഇയറിൽ 5,000, സെക്കൻഡ് ഇയറിൽ 2,500. ഇൻടാഞ്ചിബിൾ അസറ്റ് കുറഞ്ഞു, ഗുഡ് വില്ല് കുറഞ്ഞു. അപ്പോൾ എന്താ? അമോർട്ടൈസേഷൻ ഓഫ് ഗുഡ് വിൽ. ഇൻടാഞ്ചിബിൾ അസറ്റുകൾക്ക് കുറവ് വന്നാൽ അത് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? അമോർട്ടൈസേഷൻ ആണ്, അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ആണ്. അമോർട്ടൈസേഷൻ, റിട്ടേൺ ഓഫ് ഒക്കെ എവിടെയായിരുന്നേ? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോഴല്ലേ എഴുതുക. ഇവിടെയും അതുപോലെ തന്നെ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുന്നതിന് ആദ്യ സ്റ്റെപ്പായിട്ട് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കണമല്ലോ. അവിടെ എഴുതും. എത്ര? 5,000, 2,500 എന്ന് പറയുമ്പോൾ 2,500 കുറഞ്ഞിരിക്കുന്നേ. അപ്പോൾ ആഡ് ചെയ്യേണ്ട ഐറ്റമല്ലേ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ. ഇതും അതുപോലെ തന്നെ അവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അടുത്തായിട്ട് ഏതാ വരിക? കറണ്ട് അസറ്റുകളാണ്. ഇൻവെൻട്രി, ട്രേഡ് റിസീവബിൾ, അത് രണ്ടും ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ് ലാസ്റ്റ് ഐറ്റമായിട്ട് എടുക്കേണ്ടതാണ്. ക്യാഷ് ഫ്ലോ പറഞ്ഞു തരാം. കറണ്ട് അസറ്റുകൾ ഇൻവെൻട്രി, റിസീവബിൾ, ക്യാഷ് ഒഴികെ ബാക്കിയെല്ലാം, ക്യാഷ് മീൻസ് ക്യാഷ്, ബാങ്ക്, അത് രണ്ടും ഒന്നായിട്ട് എടുക്കുക. അതല്ലാതെ ബാക്കി എല്ലാ കറണ്ട് അസറ്റുകളും എവിടെയാണ് വരിക? നമ്മുടെ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് കണ്ടുപിടിക്കുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച്. ഓക്കെ, ആ സൊല്യൂഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് കണക്ക് കൊണ്ട് തന്നെ എല്ലാം ക്ലിയർ ആകും. ഓക്കെ, ഇൻവെൻട്രിയും ട്രേഡ് റിസീവബിളും രണ്ടിലും എന്താ സംഭവിച്ചേ? ഇൻവെൻട്രി കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സ്റ്റോക്ക് കൂടിയാൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. കറണ്ട് അസറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. കറണ്ട് ലൈബിലിറ്റി കൂടിയാൽ ആഡ് ചെയ്യണം, കറണ്ട് ലൈബിലിറ്റി കുറഞ്ഞാൽ ലെസ് ചെയ്യണം. പക്ഷെ കറണ്ട് അസറ്റിന് റിവേഴ്സാണ് ചെയ്യുക. കൂടിയാൽ ലെസ് ചെയ്യണം, കുറഞ്ഞാൽ ആഡ് ചെയ്യണം. ഓക്കെ, നോക്കാം. അപ്പോൾ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് ഒക്കെ കഴിഞ്ഞ് ഇതിന് അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ എന്താ? ഡിവിഡൻഡ് പെയ്ഡ് എമൗണ്ടഡ് ടു ₹1750. 1,750 രൂപ ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഡിവിഡൻറ്റിനെ കുറിച്ച് ബാലൻസ് ഷീറ്റിലൊന്നും പറയുന്നില്ലല്ലോ, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ലെഡ്ജറിൻ്റെ ആവശ്യമില്ല. ഇതെന്ത് സംഭവിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അഡ്ജസ്റ്റ്മെൻറ്റുകൾ എപ്പോഴും രണ്ട് എഫക്റ്റുകൾ വരേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ബാലൻസ് ഷീറ്റിലുള്ള എല്ലാത്തിനും ഒരു എഫക്റ്റേ വരാറുള്ളൂ. അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളതിനൊക്കെ രണ്ട് എഫക്റ്റ് വരേണ്ടതാണ്. നമുക്ക് നോക്കാം. ഡിവിഡൻഡ് പെയ്ഡ് എവിടേക്കാണ് വരിക? ഡിവിഡൻഡ് പെയ്ഡ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ ആഡ് ചെയ്യേണ്ട റേറ്റ് അല്ലേ? അപ്പോൾ ഇവിടെയും അതിൽ തന്നെ എഴുതണം. ആദ്യം ക്യാഷ് ഫ്രം ഓപ്പറേഷൻ എഴുതുമ്പോൾ അതിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിച്ചിട്ടേ മുന്നോട്ട് പോകുള്ളൂ, അവിടെ ആഡ് ചെയ്യണം. ഇനി ഡിവിഡൻഡ് കൊടുത്തു എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത പൈസയല്ലേ, പണം കയ്യിൽ നിന്ന് പോയി. അതേത് ആക്ടിവിറ്റിയിൽ വരുന്നതാണ്? പണം കയ്യിൽ നിന്ന് പോയപ്പോൾ ഔട്ട്ഫ്ലോ ആണ്. ഷെയറുമായി ബന്ധപ്പെട്ട കാര്യമാകുമ്പോൾ ഇതിൽ വരുന്നതാണ്? ഫിനാൻസിങ്ങിൽ വരുന്നതാണ്. ക്ലാസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഡിവിഡൻഡോ ഇൻട്രസ്റ്റോ കൊടുത്താൽ അത് ഫിനാൻസിങ്ങിൽ ഔട്ട്ഫ്ലോ ആയി വരും. ഡിവിഡൻഡോ ഇൻട്രസ്റ്റോ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഇൻവെസ്റ്റിങ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് കിട്ടിയതാണ്, അത് ഇൻവെസ്റ്റിങ്ങിൽ ഇൻഫ്ലോ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിവിഡൻഡ് പെയ്ഡ് ആണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് രണ്ടിടത്ത് വരും. എവിടെയൊക്കെയാണ്? ഡിവിഡൻഡ് കൊടുത്തു എന്ന് പറയുമ്പോൾ ഫിനാൻസിങ് ആണ്, ഔട്ട്ഫ്ലോയിൽ എഴുതണം. ഡിവിഡൻഡ് കൊടുത്തു എന്ന് പറയുന്നത് ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്, അവിടെ ആഡും ചെയ്യണം. ഓക്കെ, അടുത്തെന്താ? ലാൻഡ് വാസ് പർച്ചേസ്ഡ് ഫോർ ₹5,000. 5,000 രൂപ കൊടുത്ത് ലാൻഡ് മേടിച്ചിരിക്കുന്നു. 5,000 രൂപ കൊടുത്ത് ലാൻഡ് മേടിച്ചു എന്ന് പറയുമ്പോൾ കയ്യിൽ നിന്ന് പൈസ പോയി. ലാൻഡാണ്, ഫിക്സഡ് അസറ്റാണ്. ഏതിലാണ് വരിക? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ വരും. രണ്ട് എഫക്റ്റ് വന്നല്ലോ. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലും വരും. പിന്നെ ലാൻഡിൻ്റെ ലെഡ്ജർ വരയ്ക്കണം. ഓക്കെ, ലാൻഡ് ഒരു ടാഞ്ചിബിൾ അസറ്റില്ലേ? ടാഞ്ചിബിൾ അസറ്റ് അവിടെ എന്താ പറഞ്ഞിരിക്കണമെന്ന് നോക്കിയേ. ഓപ്പണിംഗ് ബാലൻസ് 10,000, ക്ലോസിംഗ് ബാലൻസ് 15,000. ഓപ്പണിങ്ങിൽ 10,000 ഉണ്ടായിരുന്നു. ഈ 5,000 മേടിച്ചപ്പോഴാണ് എന്തായിരിക്കുന്നത്? 15,000 ആയിരിക്കുന്നത്. അപ്പോൾ അതിന് ലെഡ്ജർ വരയ്ക്കണമെന്നില്ല. കാര്യം ലെഡ്ജറിൽ നിന്ന് പുതിയതായി ഒന്നും കണ്ടെത്താൻ പോകുന്നില്ല. അസറ്റുകളുടെ ലെഡ്ജർ വരയ്ക്കുന്നത് എങ്ങനെയാണ്? അസറ്റ് ആകുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതും. ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ 10,000. കൂട്ടുന്ന ഐറ്റങ്ങളൊക്കെ അതേ സൈഡിൽ, കുറയ്ക്കുന്ന ഐറ്റങ്ങളൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ. 5,000 രൂപയുടെ ലാൻഡ് മേടിച്ചു എന്ന് പറയുമ്പോൾ കൂട്ടുന്ന ഐറ്റമല്ലേ, ഡെബിറ്റ് സൈഡിൽ തന്നെ എഴുതുന്നു. ക്യാഷ് 5,000. ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. എത്ര ക്ലോസിംഗ് ബാലൻസ് വന്നിരിക്കുന്നത്? 15,000. അപ്പോൾ ഡെബിറ്റിൽ 10 5 15, ക്രെഡിറ്റിലും 15. അക്കൗണ്ട് ടാലി ആയി പോയി. പുതിയതായി ഒന്നും അതിൽ നിന്ന് ഫൈൻഡ് ചെയ്യാനില്ല.
ഫൈൻഡ് ചെയ്യാനൊന്നുമില്ല എങ്കിൽ അതിൻ്റെ ലെഡ്ജർ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ എഫക്റ്റുകൾ എവിടെയൊക്കെ വരുന്നു എന്ന് ഞാൻ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. എവിടേക്കാണ് വരിക? ലെഡ്ജർ വരയ്ക്കുമ്പോൾ അതിലും എഴുതണം. ലാൻഡ് മേടിച്ചതായതുകൊണ്ട് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ 5000 രൂപ ഔട്ട്ഫ്ലോയിലും എഴുതണം. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റിലുള്ള ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ചേഞ്ച് ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഡിബഞ്ചർ വെയർ റെഡീംഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 3000. ഡിബഞ്ചർ 3000 രൂപ റെഡീം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അല്ലെങ്കിലും ബാലൻസ് ഷീറ്റ് വരച്ചപ്പോഴേ മനസ്സിലായതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് ഇയറിൽ 6000 ഉണ്ടായിരുന്ന ഡിബഞ്ചർ ഇപ്പോൾ 3000 ഉള്ളൂ, 3000 ഉള്ളൂ. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 3000 രൂപ അവർക്ക് തിരിച്ചു നൽകിയെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എഫക്റ്റുകൾ എവിടേക്കാണ് വരിക? ഡിബഞ്ചറിൻ്റെ പൈസ തിരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഏതിലാണ് വരിക? ഫിനാൻസിങ്ങിൽ. ഓക്കെ, ഫിനാൻസിങ്ങിൽ എഴുതും. ഡിബഞ്ചർ റിഡംഷൻ പൈസ പോയതാണ്. ഓക്കെ, എന്തുവരും? ഔട്ട്ഫ്ലോ. ഓക്കെ, അതുപോലെ തന്നെ ഡിബഞ്ചറിൻ്റെ ലെഡ്ജർ വരച്ചാൽ അതിന് ഡിബഞ്ചർ ആകുമ്പോൾ ലൈബിലിറ്റിയാണ്. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. കൂട്ടുന്ന ഐറ്റങ്ങൾ അവിടെ തന്നെ, കുറയ്ക്കുന്ന ഐറ്റങ്ങൾ ഇവിടെ. ഇതിപ്പോൾ കുറയ്ക്കുന്ന ഐറ്റം അല്ലേ, ഓപ്പോസിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, അത് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഇതിനും വരില്ല. കാര്യം ഡിബഞ്ചർ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതി 6000, ഡെബിറ്റ് സൈഡിൽ എഴുതി കുറയ്ക്കുന്ന ഐറ്റം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഡിബഞ്ചർ റെഡീംഡ് 3000, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അല്ലെങ്കിൽ ക്യാഷ് 3000. ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റിൽ എഴുതുന്നു 3000. ടാലി ആയി പോയില്ലേ? അതായത് ഓപ്പണിംഗ് ഉണ്ടായിരുന്ന 6000 ക്രെഡിറ്റിൽ എഴുതുന്നു, തിരിച്ചു കൊടുത്ത 3000 ഡെബിറ്റിൽ എഴുതുന്നു, ക്ലോസിംഗ് ബാലൻസും ഡെബിറ്റിൽ എഴുതുന്നു. അക്കൗണ്ട് ടാലി ആയി പോകും. അതുകൊണ്ട് ഇതിനും പുതിയതായി ഒന്നും കണ്ടെത്താനില്ല. അതുകൊണ്ട് അതിൻ്റെ ലെഡ്ജർ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തായിട്ട് എന്താ? ഇൻകം ടാക്സ് പെയ്ഡ് 1000 രൂപ ഇൻകം ടാക്സ് കൊടുത്തു. ഇൻകം ടാക്സ് കൊടുത്ത് എവിടേക്കാണ് എടുക്കുക? ഇൻകം ടാക്സ് പെയ്ഡ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ ആഡ് ചെയ്യേണ്ടതായിട്ടാൽ ഇവിടെയും അതുപോലെ തന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ അവിടെ ആഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഇൻകം ടാക്സ് പെയ്ഡ് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഇൻകം ടാക്സ് പെയ്ഡ് ആക്ച്വലി ഒരു ആഡും ലെസ്സും ക്യാഷ് ഫ്രം ഓപ്പറേഷനിൽ തന്നെ വരും. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ അത് ആഡ് ചെയ്യണം. അതേ 1000 തന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചും ചെയ്തതിന് ശേഷം ഇൻകം ടാക്സ് പെയ്ഡ് ലെസ് ചെയ്യണം. അത് ഫോർമാറ്റിൽ പറഞ്ഞിട്ടുള്ള ഐറ്റമാണ്. ഓക്കെ, ഫുള്ള് കഴിഞ്ഞു. ഒന്ന് നോക്കിയേ, ഫണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് എങ്ങനെയാണ് വരിക? ഏറ്റവും ആദ്യം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കണം. അതിനുശേഷം കറണ്ട് അസറ്റുകളുടെയും കറണ്ട് ലയബിലിറ്റികളുടെയും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതിനുശേഷം ഇൻകം ടാക്സ് പെയ്ഡും കുറയ്ക്കണം, എക്സ്ട്രാ ഓർഡിനറി ഐറ്റവും കുറയ്ക്കണം. പിന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു പോവുക അല്ലേ. ഇപ്പോൾ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ കണക്കിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ആ കണക്ക് ചെയ്തത് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ആദ്യം മുതൽ ഒന്നും കൂടി നോക്കണം. ഓരോ ഐറ്റവും എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതെന്ന് ഓർത്ത് നോക്കണം. ക്വസ്റ്റ്യൻ ആദ്യമേ തന്നെ നിങ്ങളൊന്ന് എഴുതിയെടുത്താൽ ഈ സൊല്യൂഷൻ നോക്കി നമുക്ക് ഓരോന്നും എങ്ങനെയാണ് വരുന്നതെന്ന് ചെയ്തു പോകാൻ എളുപ്പമാകും. ആ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പാർട്ടുകളൊക്കെ കണ്ടല്ലോ അല്ലേ. ആദ്യം എന്താ? ക്യാഷ് ഫ്രം ഓപ്പറേഷൻ. അടുത്തത് എന്താ? ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. അടുത്തത് എന്താ? ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. അതിനുശേഷം ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നു ക്യാഷിൻ്റെ. ആ ഓപ്പണിംഗ് ബാലൻസ് കൂട്ടുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് കിട്ടുന്നു ക്യാഷിൻ്റെ. ഓക്കെ, നോക്കാം ആ കണക്ക് മൊത്തത്തിലൊന്ന് നോക്കിയേ എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഏറ്റവും ആദ്യം ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിച്ചു. ലാസ്റ്റ് ഔട്ടർ കോളത്തിലേക്ക് അതിൻ്റെ എമൗണ്ട് എഴുതി. എത്രയാണ്? 7450. എങ്ങനെ കിട്ടിയെന്നൊക്കെ നമ്മൾ നോക്കുവേ. അതിനുശേഷം ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിച്ചു. എത്രയാണ്? 5000 ബ്രാക്കറ്റ്, അതായത് കൂടുതൽ ഇവിടുന്ന് പോയിരിക്കുക ചെയ്യുക. അതിനുശേഷം ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചു. എത്രയാണ്? 3050. ഇനി അത് 3 കൂടി കൂട്ടി എഴുതി. ബ്രാക്കറ്റിൽ മൈനസ് ഫിഗറാണ് 600. ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലുണ്ടായിരുന്ന ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലിൻ്റെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു 4500. അതെഴുതി. ആ 4500 നിന്ന് ബ്രാക്കറ്റ് 600 ആണല്ലോ, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ 3900 കിട്ടി. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിൽ ക്ലോസിംഗ് ക്യാഷ് ആയിട്ട് തന്നതാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിലുള്ള ക്യാഷിൻ്റെ ഓപ്പണിംഗ് ഫിഗർ ഈ ക്യാഷ് ഫ്രം ഓപ്പറേഷനും ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിങ്ങും ക്യാഷ് ഫ്രം ഫിനാൻസിങ് കൂടി കൂട്ടുമ്പോഴുള്ളതിനൊപ്പം കൂട്ടണം. അപ്പോൾ ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടണം. ഇതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം മുതൽ ഫോർമാറ്റ് ഒന്ന് നോക്കാം. അല്ലെങ്കിൽ കണക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഏതാ ചെയ്യേണ്ടത്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കണം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു? ക്ലോസിംഗ് ബാലൻസ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട് ഈ ക്വസ്റ്റ്യനിൽ എത്രയായിരുന്നു? 5250 ലെസ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട്. ഓപ്പണിംഗ് ബാലൻസ് എത്രയായിരുന്നു? 5020.
കുറച്ച് എഴുതി എത്രയാ 260. അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടല്ലോ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ. അത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ആഡ് ചെയ്യുക. ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഡിവിഡൻഡ് പെയ്ഡ് ഉണ്ടായിരുന്നു, ഇൻകം ടാക്സ് പെയ്ഡ് ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എങ്ങനെയാണ് വന്നത്? അത് നമ്മൾ നേരത്തെ പറയാത്തൊരു ഐറ്റമാണ്, ഇവിടെ നമുക്ക് പറയണം. അതായത് ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിൽ ഡിബഞ്ചർ കണ്ടിരുന്നു. ഏത് ഡിബഞ്ചറാണ്? 10% ഡിബഞ്ചർ. അതിന് ഓപ്പണിങ്ങിൽ 6000 ഉണ്ടായിരുന്നു, ക്ലോസിങ്ങിൽ 3000 ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ പറഞ്ഞതാണ് ഓപ്പണിങ്ങിലുണ്ടായിരുന്ന 6000 3000 ആയപ്പോൾ 3000 തിരിച്ചു കൊടുത്തു. 10% ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ നിർബന്ധമായും പലിശ കൊടുക്കേണ്ടതല്ലേ? ആണ്. എത്രയുടെ 10%? 6000-ൻ്റെയോ 3000-ൻ്റെയോ? 6000 ആയിരുന്നു ഓപ്പണിങ്ങിൽ, പക്ഷേ ക്ലോസിങ്ങിൽ 3000 ഉള്ളൂ. അത് എത്ര കൊടുക്കണമെന്നുള്ളത് ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ പറയും റിഡംഷൻ നടത്തിയ ഡേറ്റ് എന്നാണ് എന്ന്. പറഞ്ഞിട്ടില്ല എങ്കിൽ ക്ലോസിംഗ് ഫിഗറിൻ്റെ പലിശ കൊടുത്താൽ മതി. ക്ലോസിംഗ് ഫിഗർ 3000 ആയിരുന്നല്ലോ, 3000-ൻ്റെ 10%. അപ്പോൾ നമ്മൾ പലിശയായി കൊടുക്കണം. ഓക്കെ. ഡിബഞ്ചർ എത്ര ശതമാനത്തിൻ്റെ ഡിബഞ്ചറാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുത്തിരിക്കണം. ഹിഡൻ അഡ്ജസ്റ്റ്മെൻറ്റ് പോലെ കൈകാര്യം ചെയ്യണം. പേഴ്സൻറ്റേജ് എത്രയാണ് എന്ന് ഡിബഞ്ചറിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. ഓക്കെ. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആകുമ്പോൾ രണ്ടിടത്ത് വന്നല്ലോ. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പെയ്ഡ് എവിടേക്ക് വരും? ഈ ഡിബഞ്ചറിന് പലിശ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഫിനാൻസിങ്ങിൽ ഔട്ട്ഫ്ലോയിൽ എഴുതണം. അതേപോലെ തന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ ഫോർമാറ്റിൽ ആഡ് ചെയ്യേണ്ട റേറ്റോ അല്ലേ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇവിടെയും എടുക്കണം. ഓക്കെ. അപ്പോൾ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണ്? നമുക്കിവിടെ ഡിവിഡൻഡ് പെയ്ഡ് ഉണ്ട്, ഇൻകം ടാക്സ് പെയ്ഡ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ നമ്മൾ പറഞ്ഞ 3000-ൻ്റെ 10% 300 ഉണ്ട്, അമോർട്ടൈസേഷൻ ഓഫ് ഗുഡ് വിൽ 2500 നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ ഫോർമാറ്റ് പഠിച്ചിട്ട് അതിലെന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവിടെ അങ്ങ് എഴുതുക. പി ആൻഡ് അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് എഴുതി, ഒത്തിരി പി ആൻഡ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് കുറച്ചു 260 കിട്ടി. അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം എഴുതി കൂട്ടി എഴുതി. എത്രയാ? 5850. നോർമലി നമ്മുടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണിത് അല്ലേ. അതിനെ എന്തെന്ന് പറഞ്ഞ് എഴുതും? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചുകൾ ചെയ്യുന്നതിന് മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യണം. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ? കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റിയുടെയും അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് എന്ന് പറയുക. അതായത് കറണ്ട് അസറ്റ് കൂടിയാൽ കുറയ്ക്കണം, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ കൂട്ടണം, കറണ്ട് ലയബിലിറ്റി കൂടിയാൽ കൂട്ടണം, കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ കുറയ്ക്കണം എന്ന് പറഞ്ഞില്ലേ, അതിവിടെ ചെയ്യണം. ഓക്കെ. ഏതൊക്കെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഉണ്ടായിരുന്നേ? സ്റ്റോക്ക് കുറഞ്ഞിരുന്നു. സ്റ്റോക്ക് കുറഞ്ഞാൽ കറണ്ട് അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതുകൊണ്ട് നേരെ അങ്ങ് എഴുതി. ഓക്കെ. ഡെപ്റ്റേഴ്സ് കൂടിയിരുന്നു. കറണ്ട് അസറ്റ് കൂടിയാൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ബ്രാക്കറ്റ് ഇട്ട് എഴുതി 1400. ഡെപ്റ്റേഴ്സ് എത്രയായിരുന്നു ഫസ്റ്റ് ഇയറിൽ? ഡെപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം. ഫസ്റ്റ് ഇയറിൽ 7450 ആയിരുന്നു. സെക്കൻഡ് ഇയറിൽ 8850 ആയി. 1400 രൂപ കൂടി. കറണ്ട് അസറ്റ് കൂടിയാൽ നമ്മൾ ഓപ്പോസിറ്റ് ചെയ്യും, കുറച്ചു. ഓക്കെ. അതുപോലെ ക്രെഡിറ്റേഴ്സ് ഇൻക്രീസ് ചെയ്തു. ക്രെഡിറ്റേഴ്സ് ഫസ്റ്റ് ഇയറിൽ 5150 ആയിരുന്നു. സെക്കൻഡ് ഇയറിൽ 5920 ആയി. എത്ര രൂപ കൂടി? 740 കൂടി. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ കൂട്ടും. ഓക്കെ. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെത്ത് നമ്മൾ അവിടെ പറഞ്ഞതാണ് 350 400 ആയിരുന്നു. കറണ്ട് ലയബിലിറ്റിയാണ്. കറണ്ട് ലയബിലിറ്റി 50 രൂപ കൂടി. നമ്മളിവിടെ എന്ത് ചെയ്യും? കൂട്ടും. ഓക്കെ. 50 കുറയ്ക്കേണ്ടതൊക്കെ ബ്രാക്കറ്റ് ഇട്ട് എഴുതുക, അല്ലാത്തത് നേരെ എഴുതുക. അപ്പം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് 5850 അല്ലേ, 5810 അല്ലേ കിട്ടിയേ? 5810 3250 കൂട്ടും, 1400 കുറയ്ക്കും, 750 കൂട്ടും, 50 കൂട്ടും. അപ്പോൾ 8450 കിട്ടി. ഇനി അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഇൻകം ടാക്സ് പെയ്ഡ് ഉണ്ടെങ്കിൽ അതും കുറയ്ക്കണം, എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ഉണ്ടെങ്കിൽ അതും കുറയ്ക്കണം. ഇവിടെ ഇൻകം ടാക്സ് പെയ്ഡ് ഉണ്ടായിരുന്നു, അത് കുറച്ച്. എത്ര രൂപ? 1000. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കിട്ടി 7450. ഓക്കെ. അപ്പോൾ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഏറ്റവും ആദ്യം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ ഫോർമാറ്റ് അങ്ങ് ചെയ്യുക. ഏതാ? പി ആൻഡ് അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ്. അതിൽ നിന്ന് പി ആൻഡ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് കുറയ്ക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യുക, കൂട്ടി എഴുതി. ഓക്കെ. ലെസ് ചെയ്യാനുള്ള ഐറ്റം വല്ലതും ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. നമ്മുടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ഇല്ലായിരുന്നോ? അത് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ ലെസ് ചെയ്യാൻ തരാറില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. എന്നിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് നടത്തുക. ഏതാ? കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റിയുടെയും. കറണ്ട് അസറ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ്, കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ സെയിം ഡയറക്ഷൻ. കൂടിയാൽ കൂട്ടണം, കുറഞ്ഞാൽ കുറയ്ക്കണം. കറണ്ട് അസറ്റ് ആണെങ്കിൽ കൂടിയാൽ കുറയ്ക്കണം, കുറഞ്ഞാൽ കൂട്ടണം. ഓക്കെ. ദെൻ അതിൽ നിന്ന് ഇൻകം ടാക്സ് പെയ്ഡും കുറയ്ക്കുക, ദെൻ എക്സ്ട്രാ ഓർഡിനറി ഐറ്റവും കുറയ്ക്കുക. അപ്പോൾ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കിട്ടി. ഓക്കെ. ഇനി എന്താ നോക്കേണ്ടേ? ഇനി ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നോക്കണം. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അസറ്റുകൾക്ക് വന്ന ചേഞ്ചുകളല്ലേ, ഫിക്സഡ് അസറ്റുകൾക്ക് വന്ന ചേഞ്ച്. ഫിക്സഡ് അസറ്റ് നമുക്ക് ടാഞ്ചിബിൾ അസറ്റ് മാത്രമേ ഉള്ളൂ. ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മൾ എവിടെ എടുത്തു?
ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ എടുത്തതാണ്, അല്ലെങ്കിൽ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് എടുത്തതാണ്. അപ്പോൾ ഇനി ടാഞ്ചിബിൾ അസറ്റ് ലാൻഡ് ആണ് എന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയാണ്? 10,000 15,000 അപ്പോൾ 5,000 രൂപ കൂടി പണം കയ്യിൽ നിന്ന് പോയി. അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ എഴുതി പർച്ചേസ് ഓഫ് ലാൻഡ് 5,000 പോയതായതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ട് എഴുതി. ഒരു ഐറ്റമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അത് നേരെ ഔട്ടർ കോളത്തിലേക്കും എടുത്തെഴുതി. ഇനി അടുത്തത് എന്താ? ക്യാഷ് ഫ്രം ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് എഴുതി. ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഷെയർ, ഡിബഞ്ചർ അതൊക്കെയാണല്ലോ. നോക്കി, ഷെയർ ക്യാപിറ്റൽ 35 37 2,000 രൂപയുടെ ഡിഫറൻസ് വന്നു. 30,000 രൂപയുടെ ഷെയർ ക്യാപിറ്റൽ 37,000 രൂപയായി എന്ന് പറയുമ്പോൾ 2,000 രൂപ കൂടി കിട്ടിയെന്നല്ലേ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് നേരെ എഴുതി. ക്യാഷ് റിസീപ്റ്റ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർ 2,000. അടുത്തത് നോക്കി, എന്താ? റിസർവ് ആൻഡ് സർപ്ലസ് എടുത്തതാണ്. പിന്നെ ലോങ് ടൈം ബോറോയിങ് ഡിബഞ്ചർ 6,000 3,000 6,000 രൂപ ഡിബഞ്ചർ ഉണ്ട്. അതിനിപ്പോൾ 3,000 ഉള്ളതെന്ന് പറയുമ്പോൾ എന്താ? 3,000 രൂപയുടെ ഡിബഞ്ചർ നമ്മൾ തിരിച്ചു കൊടുത്തു, പണം പോയി. എഴുതി റിഡംഷൻ ഓഫ് ഡിബഞ്ചർ 3,000 ബ്രാക്കറ്റ് ഇട്ട് എഴുതി, കയ്യിൽ നിന്ന് പോയതായതുകൊണ്ട്. ഓക്കെ, ഇനി ആ 2 ഐറ്റത്തിലുള്ളൂ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിലെ 2 ഐറ്റത്തിൻ്റെയും പലിശകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഷെയറിൻ്റെ പ്രതിഫലമായിട്ട് കൊടുത്ത ഡിവിഡൻഡ് കൊടുത്തെന്ന് പറയുന്നത് എത്ര രൂപ? 1,750. പണം കയ്യിൽ നിന്ന് പോയതല്ലേ, നേരെ എഴുതി. ഡിവിഡൻഡ് പെയ്ഡ് 1,750. ഡിബഞ്ചറിൻ്റെ പലിശ കൊടുക്കണമെന്ന് ഹിഡൻ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞതല്ലേ, നേരെ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് എഴുതി. ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്തു 3,000 രൂപയുടെ 10% 300. ഓക്കെ, ഏത് 3,000? ഡിബഞ്ചറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 3,000. ഏത് ഡേറ്റിലാണ് ഡിബഞ്ചർ റിഡംഷൻ നടത്തുകയെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസിൻ്റെ പെർസെൻറ്റേജ് വേണം എടുക്കാനായിട്ട്. ഓക്കെ, അത് എഴുതി. അപ്പോൾ 2,000 ഉണ്ട്, ബ്രാക്കറ്റിൽ 3,000 ഉണ്ട്, ബ്രാക്കറ്റിൽ 300 ഉണ്ട്, ബ്രാക്കറ്റിൽ 1,750. അതെല്ലാം കൂടി കൂട്ടി എഴുതിയപ്പോൾ നെഗറ്റീവ് 3,050 വന്നു. ഓക്കെ, അത് ബ്രാക്കറ്റ് ഇട്ട് എഴുതി. ഓക്കെ, ഇനി അത് 3 ഔട്ടർ കോളത്തിൽ ഇപ്പോൾ 3 എമൗണ്ടുകളുണ്ട്. 7,450 ഉണ്ട്, -5,000 ഉണ്ട്, -3,050 ഉണ്ട്. 3 കൂടി കൂട്ടി എഴുതിയപ്പോൾ -600 വന്നു. ഓക്കെ, ഇനി ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതി എത്രയാണ്? 4,500. 4,500 600 കുറച്ചിട്ട് 3,900. അതല്ലേ ബാലൻസ് ഷീറ്റിൽ ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആദ്യം പറഞ്ഞത്. അത് നേരെ എഴുതി, കണക്ക് ടാലിയായി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഒന്ന് ഓർത്ത് നോക്കിയാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആദ്യം കണ്ടുപിടിക്കണം. അതിന് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ ഫോർമാറ്റ് എഴുതുക. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് വരുത്തുക. എന്താ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച്? കറണ്ട് അസറ്റ് കൂടിയാൽ കുറയ്ക്കുക, കുറഞ്ഞാൽ കൂട്ടുക. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ കൂട്ടുക, കുറഞ്ഞാൽ കുറയ്ക്കുക. അതിനുശേഷം ഇൻകം ടാക്സ് പെയ്ഡ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക. ക്യാഷ് ഫ്രം ഓപ്പറേഷനായി. ദെൻ അടുത്തത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എഴുതുക. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ പറയാം ഫിക്സഡ് അസറ്റുകളുടെ ചേഞ്ചുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതുക. ദെൻ അടുത്തത് ഫിനാൻസിങ് ആക്ടിവിറ്റി എഴുതുക. ഷെയർ, ഡിബഞ്ചർ അങ്ങനെയുള്ള എന്തെങ്കിലും. ഇതിൻ്റെ 3ൻ്റെയും എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതുന്നു. ഏതൊക്കെയാണ്? ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ഔട്ടറിൽ എഴുതണം, ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ഔട്ടറിൽ എഴുതണം, ക്യാഷ് ഫ്രം ഫിനാൻസിങ് ഔട്ടറിൽ എഴുതണം. അത് 3 കൂടി കൂട്ടി എഴുതുക. അതിനുശേഷം ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. കൂട്ടി എഴുതുമ്പോൾ ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഈ ക്യാഷ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ ക്യാഷും ബാങ്കും ഉണ്ടെങ്കിൽ രണ്ടും കൂട്ടിയെടുത്തോണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ലെഡ്ജർ അക്കൗണ്ടുകളോട് കൂടിയ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുകൾ അടുത്ത കണക്കുകളിൽ നോക്കണം. അപ്പോൾ ഒന്നും കൂടി മനസ്സിലാകും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കണക്കല്ല. ആദ്യമൊക്കെ എനിക്കും അങ്ങനെയാണ് തോന്നിയിരുന്നു. പക്ഷേ നന്നായിട്ട് അടുത്ത 2 കണക്കുകളും കൂടി നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ബുദ്ധിമുട്ടുമില്ലാത്തതെന്ന് മനസ്സിലാകും. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചവർക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസി ആയിട്ട് മനസ്സിലാകും. ആദ്യം കേൾക്കുമ്പോഴുണ്ടായിരുന്ന ബുദ്ധിമുട്ട് അവസാനമായപ്പോഴില്ലാതായിട്ടുണ്ടാവും. അത് സിമ്പിളാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ്. ആ ഫോർമാറ്റ് മനസ്സിലൊന്ന് കൊണ്ടുവന്നാൽ മതി. എന്തൊക്കെയാണ്? 3 തരം ആക്ടിവിറ്റി: ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിങ്. ഓപ്പറേറ്റിങ്ങിൽ വരുന്ന ഏതൊക്കെയാണ്? കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി, പിന്നെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അമോർട്ടൈസേഷൻ, ഡിപ്രീസിയേഷൻ. അതായത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ ഫോർമാറ്റ് എഴുതുക. അത് കൂടാതെ അതിൻ്റെ അകത്ത് വരുന്ന എന്ത് മാത്രമേ ഉള്ളൂ? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. അതിനുശേഷം ഇൻകം ടാക്സ് പെയ്ഡും കുറയ്ക്കുക. ഇനി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ഏതാ വരിക? ഫിക്സഡ് അസറ്റുകൾ. പിന്നെ ഫിനാൻസിങ് ഫിനാൻസിങ്ങിൽ ഏതാ വരിക? ഷെയർ, ഡിബഞ്ചർ, ലോണ്, അതിൻ്റെ പലിശയോ ഡിവിഡൻറ്റോ. ഇത്രയുമായാൽ 3 ആക്ടിവിറ്റിയുമായി. ഇനി ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. കൂട്ടുമ്പോൾ ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഓക്കെ, 1, 2 ലെഡ്ജറുകൾ നമ്മൾ ഫണ്ട് ഫ്ലോയിൽ ചെയ്ത അതേ ഫോർമാറ്റ് തന്നെ ലെഡ്ജറിനും ചെയ്യണം. അസറ്റ് ആണെങ്കിൽ ഓപ്പണിംഗ് ക്രെഡിറ്റിൽ, ലൈബിലിറ്റി ആണെങ്കിൽ ഓപ്പണിംഗ് ഡെബിറ്റിൽ. ഫണ്ട് ഫ്ലോ നന്നായിട്ട് പഠിച്ചിട്ട് ക്യാഷ് ഫ്ലോ നോക്കിയാൽ വളരെ പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ അടുത്ത 2 കണക്കുകളും കൂടി അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം.
അതോടുകൂടി എല്ലാം സുഖമായിട്ട് മനസ്സിലാകും. ഓക്കെ, താങ്ക് യു.